ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി കൊഴിച്ചിൽ അകറ്റാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഇരട്ടി ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു ഹെയർ കെയർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാൽ കുറച്ച് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉള്ളിയോ സവാളയോ എടുക്കാം. നമ്മളിവിടെ 4 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ. ഇതുപോലെ തന്നെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് മുടി വേരുകളെ ശക്തമാക്കാനായിട്ടൊക്കെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് ഉള്ളി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അകാലനര അകറ്റാനും അതേപോലെ പുതിയ മുടി കിളിർത്തു വരാനും ഒക്കെ സഹായിക്കുന്ന ആണ് കറിവേപ്പില. ഇതിൽ വൈറ്റമിൻ എ, ബി, സി, ഇ, അമിനോ ആസിഡ്സ്, ഇരുമ്പ് എന്നിവയുണ്ട്. അപ്പോൾ നമ്മൾ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 സ്പൂൺ അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് അരിയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. കറിവേപ്പില കൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ടൈമൊന്നും ഇല്ലെങ്കിൽ കറിവേപ്പില തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ആ വെള്ളം കൊണ്ട് നമ്മൾ തലമുടി കഴുകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മുടിക്ക് നല്ല ഗ്ലോ കിട്ടാനായിട്ടും മുടിയുടെ ആരോഗ്യത്തിനും അത് നല്ല രീതിയിൽ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ, ചെറിയ സ്പൂൺ അളവിലാണ് നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം. തേയില മുടിക്ക് വളരെ നല്ലതാണ്. മുടിക്ക് ഒരു ബ്ലാക്ക് കളർ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. കറിവേപ്പിലയും അതേപോലെ തന്നെ തേയിലയും കൂടിയുള്ള കോമ്പിനേഷൻ ആ മുടിക്ക് നല്ല നിറം കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ അകാലനര പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് കുറച്ച് സമയം വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാൻ സാധാരണ പോലെ തന്നെ മുടിയൊക്കെ ചീകി മുടിയിൽ എണ്ണയൊക്കെ പുരട്ടി കുറച്ച് സമയം നിന്നു. അതിനുശേഷം ഈ ഒരു ഷാമ്പു പാക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു. അതായത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷാമ്പു കൂടി, ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാമ എർത്തിൻ്റെ കേരള താളി ഷാമ്പു ആണ്. അപ്പോൾ താളിയുടെ ഒരു ഗുണം കൂടി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പാക്കൊക്കെ ഇട്ട് നിൽക്കാനുള്ള ഒരു മൂടുള്ള ദിവസമാണെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഹെയർ പാക്കിൻ്റെ ബെനിഫിറ്റ്സും തീർച്ചയായും നമ്മുടെ മുടിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഷാമ്പു ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്തത്. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഷാമ്പു ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ കേസിൽ വരുന്നില്ല. നമുക്ക് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരല്പം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാരണ പോലെ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഷാമ്പു ഇടേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു 1 സ്റ്റെപ്പിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയുന്നതാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു മുടിക്ക് നല്ലൊരു ഗ്ലോയും അതേപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഡബിൾ ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഷാമ്പൂവിന് ലിങ്ക് വേണ്ടവർ താഴെ ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്